മൂന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം. വലതുൻ മിസാലിയുൻ, മാതൃകയായ കുട്ടി. ഖബലൽ ഈദി ദഹബ മിൻഹാജ് മാ അബീഹി ഇലാ മഹല്ലിൽ അഖ്മിശത്തി. പെരുന്നാളിന് മുമ്പ് മിൻഹാജ് തൻ്റെ പിതാവിൻ്റെ കൂടെ തുണിക്കടയിലേക്ക് പോയി. ഖബലൽ ഈദി, പെരുന്നാളിന് മുമ്പ്. ദഹബ മിൻഹാജ്, മിൻഹാജ് പോയി. മാ അബീഹി, തൻ്റെ പിതാവിൻ്റെ കൂടെ. മഅ, കൂടെ. അബിഹി, അവൻ്റെ പിതാവ്. പിതാവിൻ്റെ കൂടെ മിൻഹാജ് പോയി. എങ്ങോട്ടേക്ക്? ഇലാ മഹല്ലിൽ അക്മിശത്തി, മഹല്ലുൽ അക്മിശത്തിലേക്ക് പോയി. മഹല്ലുൽ അക്മിശ, തുണിക്കട. വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി, പെരുന്നാളല്ലേ വരുന്നത്, പുതിയ വസ്ത്രം വാങ്ങണം. അതിനു വേണ്ടി മിൻഹാജ് ഉപ്പയുടെ കൂടെ തുണിക്കടയിലേക്ക് പോയി. മഹല്ല്, കട, ഷോപ്പ്, അതിനാണ് മഹല്ല് എന്ന് പറയുക. അക്മിശത്ത്, വസ്ത്രങ്ങൾ, വസ്ത്രക്കടയിലേക്ക് പോയി. ഇസ്തറ ലഹു അൽ അബു ബന്തലൂനൻ വ കമീസൻ. ഉപ്പ അവന് ഒരു ഷർട്ടും ഒരു പാൻസും വാങ്ങി. ഇസ്തറ, വാങ്ങി. ലഹു, അവന് വേണ്ടി, അതായത് മിൻഹാജിന് വേണ്ടി വാങ്ങി. അൽ അബു, ഉപ്പ. ബന്തലൂനൻ, ഒരു പാൻസും. വ കമീസൻ, ഒരു ഷർട്ടും. ഖറജ മിൻഹാജ് മിനൽ മഹല്ലി. മിൻഹാജ് ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങി. ഖറജ, പുറത്തിറങ്ങി. മിൻഹാജ് പുറത്തിറങ്ങി. മിനൽ മഹല്ലി, കടയിൽ നിന്നും. ഫറഅ വലദൻ യഖിഫു മഅ ഉമ്മിഹി. അപ്പോൾ അവനൊരു കുട്ടി തൻ്റെ ഉമ്മയുടെ കൂടെ നിൽക്കുന്നത് കണ്ടു. ഫറഅ, അവൻ കണ്ടു, മിൻഹാജ് കണ്ടു. വലദൻ, ഒരു കുട്ടിയെ. യഖിഫു, നിൽക്കുന്നു. മഅ ഉമ്മിഹി, അവൻ്റെ ഉമ്മയുടെ കൂടെ. ഉമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയെ അവൻ കണ്ടു. കാന കമീസുഹു ഖദീമൻ. അവൻ്റെ ഷർട്ട് പഴയതായിരുന്നു. കാന കമീസുഹു, അവൻ്റെ ഷർട്ട്. ഖദീമൻ, ഖദീമായിരുന്നു, പഴയതായിരുന്നു. ഫഹസിന മിൻഹാജ്. അപ്പോൾ മിൻഹാജിന് ദുഃഖം തോന്നി. ഹസിന, ദുഃഖിച്ചു, സങ്കടപ്പെട്ടു. ഇവൻ്റെ പഴയ ഡ്രസ്സിൽ ഈ കുട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ മിൻഹാജിന് സങ്കടമായി. ഫഅഅതാഹു ഖമീസഹുൽ ജദീദ. അങ്ങനെ അവൻ തൻ്റെ പുതിയ ഷർട്ട് അവന് നൽകി. അഅ്താ, നൽകി. അഅ്താഹു, അവന് നൽകി. അതായത് ആ നിൽക്കുന്ന കുട്ടിക്ക് നൽകി. ഖമീസഹു, തൻ്റെ ഷർട്ട്. അൽ ജദീദ, പുതിയ. തൻ്റെ പുതിയ ഷർട്ട് മിൻഹാജ് ആ കുട്ടിക്ക് നൽകി. സ്വാറൽ വലതു മസ്റൂറൻ. അപ്പോൾ ആ കുട്ടി സന്തോഷവാനായി. പുതിയ ഷർട്ട് കിട്ടിയപ്പോൾ കുട്ടിക്ക് സന്തോഷമായി. ലമ്മൽ അബു മിൻഹാജൻ ഇലൈഹി. ഇത് കണ്ടപ്പോൾ ഉപ്പ മിൻഹാജിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ലമ്മ, ചേർത്തു. ലമ്മൽ അബു, ഉപ്പ ചേർത്ത് പിടിച്ചു. മിൻഹാജൻ, മിൻഹാജിനെ. ഇലൈഹി, തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വക്കാല, എന്നിട്ട് പറഞ്ഞു. അഹ്സൻ തയാ ബുനയ്യ, വെൽഡൺ മൈ ബോയ്, നന്നായി മോനെ, നീ അവന് ഷർട്ട് കൊടുത്തത് വളരെ നല്ല കാര്യമാണ് എന്ന് ഉപ്പ മിൻഹാജിനോട് പറഞ്ഞു. സുമ്മസ്തറ ലഹു ഖമീസൻ ആഖറ. പിന്നെ അവന് വേണ്ടി ഉപ്പ മറ്റൊരു ഷർട്ട് വാങ്ങി. പിന്നെ ഇസ്തറ ലഹു, അവന് വേണ്ടി ഉപ്പ വാങ്ങി. ഖമീസൻ ആഖറ, മറ്റൊരു ഖമീസ് വാങ്ങി. ആഖർ മീൻസ് അനദർ, മറ്റൊരു. ഇതാണ് ആ കുട്ടി, അല്ലേ? കുട്ടി ഒരു പാവപ്പെട്ട കുട്ടിയാണ്. ഷർട്ട് വാങ്ങാൻ പൈസ ഇല്ല, അതുകൊണ്ടാണ് ഷർട്ട് വാങ്ങാൻ കഴിയാതെ പഴയതും ഇട്ട് നടക്കുന്നത്. അപ്പോൾ മിൻഹാജ് പുതിയ ഷർട്ട് അവന് കൊടുത്തു. നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഇനി ഇവിടെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇലാ ഐന ദഹബ മിൻഹാജ്. മിൻഹാജ് എവിടെയാണ് പോയത്? ഐന, എവിടെ. ഇലാ ഐന, എവിടേക്ക്. പോയി എന്ന് പറയുമ്പോൾ ഇലാ ഐന എന്നാണ് വെക്കേണ്ടത്. എവിടേക്ക് പോയി എന്നാണ് ചോദിക്കുക. മിൻഹാജ് എവിടേക്കാണ് പോയത്? ഉത്തരം, ദഹബ മിൻഹാജ് ഇലാ മഹല്ലിൽ അഖ്മിശത്തി. മിൻഹാജ് തുണിക്കടയിലേക്ക് പോയി. ദഹബ മിൻഹാജ്, മിൻഹാജ് പോയി. ഇലാ മഹല്ലിൽ അഖ്മിശ, തുണിക്കടയിലേക്ക്. രണ്ടാമത്തെ ചോദ്യം, മാതാ ഇസ്തറ ലഹു അൽ അബു. ഉപ്പ അവന് വേണ്ടി എന്താണ് വാങ്ങിയത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതുമ്പോൾ ചോദ്യത്തിൻ്റെ വാക്ക് ഒഴിവാക്കിയിട്ട് ചോദ്യത്തിലെ ബാക്കി സെൻറ്റൻസ് അതേപോലെ ആദ്യം എഴുതണം. അതിൻ്റെ ശേഷമാണ് ഉത്തരം എഴുതുക. ഓക്കെ, ഇവിടെ മാതാ എന്നുള്ള വാക്ക് ഒഴിവാക്കി കളഞ്ഞു. പിന്നെയുള്ള
ഇസ്തറാ ലഹു അലബു എന്നത് ഇവിടെ അതേപോലെ എഴുതി. ഇസ്തറാ ലഹു അലബു, ഉപ്പ അവന് വേണ്ടി വാങ്ങി. എന്ത് വാങ്ങി? ബന്തലൂനൻ, ഒരു പാൻസും, വഖമീസൻ, ഒരു ഷർട്ടും. ലിമ ഹസിന മിൻഹാജ്, മിൻഹാജ് എന്തിനാണ് സങ്കടപ്പെട്ടത്? അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. റആ മിൻഹാജു വലദൻ, മിൻഹാജ് ഒരു കുട്ടിയെ കണ്ടു. ഇർത്തദ കമീസൻ കദീമൻ, പഴയ ഷർട്ട് ധരിച്ച ഒരു കുട്ടിയെ മിൻഹാജ് കണ്ടു. റആ മിൻഹാജും വലദൻ, മിൻഹാജ് ഒരു വലദിനെ കണ്ടു. ഇർത്തദ അവൻ ധരിച്ചിരിക്കുന്നു, ഇർത്തദ ധരിച്ചു. എന്ത് ധരിച്ചു? കമീസൻ കദീമൻ, പഴയ ഒരു ഷർട്ട്. പഴയ ഷർട്ട് ധരിച്ച ഒരു കുട്ടിയെ മിൻഹാജ് കണ്ടു. ഫഹസിന, അപ്പോഴവന് സങ്കടമായി. ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എഴുതുക. ഇനി നസുലു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് ചേർക്കാം. ഇവിടെ 2 കോളങ്ങളിലായി കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ ഫിഅലുകളാണ്. എന്താണ് ഫിഅലുകൾ? പ്രവർത്തികളാണ് ഫിഅലുകൾ, ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ വാക്ക് ദഹബ, പോയി. പോയി എന്നതൊരു പ്രവൃത്തിയാണല്ലേ, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് പ്രവൃത്തി അല്ലെങ്കിൽ ഫിഅല് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയും അല്ലേ. അപ്പോൾ ദഹബ എന്നതൊരു ഫിഅലാണ്. ഇനി അതിനെ ഏത് വാക്കിലേക്കാണ് യോജിപ്പിച്ചിരിക്കുന്നത്? യദ്ഹബു എന്ന വാക്കിലേക്കാണ് യോജിപ്പിച്ചിരിക്കുന്നത്. യദ്ഹബു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പോകുന്നു അല്ലെങ്കിൽ പോകും. 2 അർത്ഥമുണ്ട്. ദഹബ പോയി, യദ്ഹബു പോകുന്നു അല്ലെങ്കിൽ പോകും. ഈ വാക്കുകളെല്ലാം ഫീലുകളാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ദഹബ എന്നത് മാലിയായ ഫീലും യദ്ഹബു എന്നത് മുലാരിയായ ഫീലുമാണ്. എന്താണ് മാലി, എന്താണ് മുലാരി? അൽ ഫിഅലുൽ മാലി എന്ന് പറഞ്ഞാൽ ഭൂതകാലക്രിയ, പാസ്റ്റ് ടെൻസ് വെർബ്. പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലം എന്ന് കേട്ടിട്ടില്ലേ? ദഹബ പോയി, പോയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫിഅലുകൾക്കാണ് അൽ ഫിഅലുൽ മാലി എന്ന് പറയുക. ദഹബ പോയി. ഇനി ഇവിടെയോ പോകുന്നു എന്നാണ് അർത്ഥം അല്ലേ, അല്ലെങ്കിൽ പോകും. പോകുന്നു എന്നത് കഴിഞ്ഞ കാലമാണോ? അല്ല, വർത്തമാനകാലമാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പോകും എന്നതോ അത് ഭാവി കാലമാണ്, ഇനി വരാൻ പോകുന്ന കാലമാണ് അല്ലേ. അപ്പോൾ വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്ന ഫിഅലുകൾക്ക് അൽ ഫിഅലുൽ മുലാരി എന്ന് പറയും. കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന ഫിഅലുകൾക്ക് എന്ത് പറയും? അൽ ഫിഅലുൽ മാലി എന്നും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്ന ഫിഅലുകൾക്ക് അൽ ഫിഅലുൽ മുലാരി എന്നും പറയും. അപ്പോൾ ഈ കോളത്തിലുള്ളതൊക്കെ മാലിയായ ഫിഅലുകളാണ്. ഈ ഫിഅലുകളുടെ മുലാരി ആയ രൂപം ഇവിടെയുമുണ്ട്, 2ാമത്തെ കോളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്നും ഓരോ മാലിയായ ഫിഅലിൻ്റെയും മുലാരി ഏതാണെന്ന് കണ്ടെത്തി അതിന് നേർക്ക് വരക്കണം. ഇങ്ങനെയാണ് മുലാരിയായ ഫിഅലുകൾ ഉണ്ടാവുക. ആദ്യം ഒരു യാ വരും. ഓക്കെ. ഇനി ഖറജ, പുറപ്പെട്ടു, അതും ഒരു മാലിയായ ഫിഅലാണ്. ഇനി അതിൻ്റെ മുലാരി ഏതായിരിക്കും? യഖ്റുജു അല്ലേ, പുറപ്പെടുന്നു. ഖറജ യഖ്റുജു, പുറപ്പെട്ടു, പുറപ്പെടുന്നു അല്ലെങ്കിൽ പുറപ്പെടും. പിന്നെ ഹസിന, ദുഃഖിച്ചു, അതും മാലിയാണ്. ഇനി അതിൻ്റെ മുലാരി ഏതായിരിക്കും? യഹ്സനു, ദുഃഖിക്കുന്നു. വഖഫ, നിന്നു, അതിൻ്റെ മുലാരി ഏതായിരിക്കും? യഖിഫു, നിൽക്കുന്നു. ഖാല, പറഞ്ഞു, മാലിയ ഫീലാണ്. മുലാരിയെ യഖൂലു, പറയുന്നു. അഅ്ത, നൽകി, മുലാരിയെ യുഅ്തി, നൽകുന്നു. ഇസ്തറ, വാങ്ങി, മുലാരിയെ യസ്തരി, വാങ്ങുന്നു. മാലിയ ഫീലും മുലാരിയ ഫീലും എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത പേജ് നോക്കാം. നസ്തമയോ വനക്രവ്, നമുക്ക് കേട്ട് വായിക്കാം. യൗമൻ കാന റജുലുൻ യംഷി യത്തുലുബുൽ മാ, ഒരു ദിവസം ഒരാൾ വെള്ളം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. യൗമൻ, ഒരു ദിവസം, കാന റജുലുൻ യംഷി, ഒരാൾ നടക്കുകയായിരുന്നു. യംഷി, നടക്കുന്നു. യത്തുലുബുൽ മാ, വെള്ളം അന്വേഷിച്ചുകൊണ്ട്. ഫവജദ സുംബൂറൻ, അവനൊരു സുംബൂർ കണ്ടു.
അവനൊരു ടാപ്പ് കണ്ടു, ഒരു പൈപ്പ് കണ്ടു. വജദ അവൻ കണ്ടു. വ ശരിബൽ മാ അവൻ വെള്ളം കുടിച്ചു. ഫറ കൽബൻ അതുഷാന അപ്പോഴവനൊരു ദാഹിച്ചു വലഞ്ഞ നായയെ കണ്ടു. ഫറ അവൻ കണ്ടു കൽബൻ ഒരു നായയെ, അതുഷാന ദാഹിച്ചു വലഞ്ഞ. അഹദ റജുലു അൽ മാ അയാൾ വെള്ളമെടുത്തു. വ സക്കൽ കൽബ എന്നിട്ട് പട്ടിയെ കുടിപ്പിച്ചു. സക്ക കുടിപ്പിച്ചു, വെള്ളം നൽകി. സ്വാറൽ കൽബ് മസ്റൂറൻ പട്ടി സന്തോഷവാനായി. ഇതാണ് കഥ. ഇതിൽ കുറേ ഫീലുകളുണ്ട് അല്ലേ? മാലിയ ഫീലുകളും മുലാരിയ ഫീലും ഇതിലുണ്ട്. നമുക്ക് നോക്കാം. യംഷി എന്നത് മാലിയാണോ മുലാരിയാണോ? നടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ മുലാരിയാണ്. ഒരു ഫീല് കണ്ടാൽ അതിൻ്റെ മുമ്പിൽ യാ എന്ന് കണ്ടാൽ അത് മുലാരിയായിരിക്കും അല്ലേ? യത്തുലുബ് അന്വേഷിച്ചുകൊണ്ട്, അതായത് അന്വേഷിക്കുന്നു എന്നാണ് ശരിയായ അർത്ഥം. അപ്പോൾ ഇതും മുലാരിയാണ്. വജദ കണ്ടു, അത് മാലിയാണ്. പിന്നെ ശരിബ കുടിച്ചു, അതും മാലിയാണ്. റഅ കണ്ടു, അതും മാലിയാണ്. അഖദ എടുത്തു, മാലിയാണ്. സഖ കുടിപ്പിച്ചു, മാലിയാണ്. സ്വാറ ആയിത്തീർന്നു, അതും മാലിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുലാരി വരെ എങ്ങനെയായിരിക്കും? വജദയുടെ മുലാരിയെ യജിദു, ശരിബയുടേതോ യഷ്റബു, റഅ യറ, പിന്നെ അഖദ യഖുദു, സഖ യസ്ഖി, സ്വാറ യസീറു. അങ്ങനെ മാലിയായ ഫീലിൻ്റെ മുമ്പിൽ യാ ചേർത്തുകൊണ്ട് പറഞ്ഞാൽ മുലാരിയായ ഫീല് കിട്ടുന്നതാണ്. ഇനി അടുത്ത പേജിൽ നുലവ്വിനുൽ ഔറാഖ വനുക്കുമിലുൽ ഖായിമത്ത എന്ന് കാണാം. ഇലകൾക്ക് നിറം കൊടുത്ത് പട്ടിക പൂരിപ്പിക്കാം. ഇവിടെ ഒരു മരമുണ്ട്. ഈ മരത്തിൽ കുറേ ഇലകളുണ്ട്. ആ ഇലകളിലൊക്കെ ഓരോ വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നിറം കൊടുക്കണം. ഇവിടെ 2 ഇലകൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. സഖത്ത വീണു. ഇവിടെ യസ്കുത്തു വീഴുന്നു. സഖത്ത എന്നത് എന്ത് ഫീലായിരിക്കും? മാലിയാണോ മുലാരിയാണോ? വീണു എന്ന് പറയുമ്പോൾ മാലിയാണ് അല്ലേ? സഖത്ത എന്ന മാലിയായ ഫീലിൻ്റെ മുലാരിയാണ് യസ്കുത്തു. സഖത്ത വീണു, യസ്കുത്തു വീഴുന്നു. മാലിയായ ഫീൽ എഴുതിയിരിക്കുന്നതിലേക്ക് മഞ്ഞ നിറമാണ് കൊടുത്തിരിക്കുന്നത്. മുലാരി എഴുതിയതിലേക്കോ പച്ച നിറം. നമ്മളിവിടെയുള്ള എല്ലാ ഇലകളിലും ഉള്ള വാക്കുകൾ നോക്കുക. എന്നിട്ട് മാലിയായ വാക്കുകൾ എഴുതിയിരിക്കുന്ന ഇലകൾക്ക് മഞ്ഞ നിറവും മുലാരിയായ ഫീലുകൾ എഴുതിയിരിക്കുന്ന ഇലകൾക്ക് പച്ച നിറവും കൊടുക്കുക. അതിനുശേഷം മാലിയായ ഫീലുകളൊക്കെ ഇവിടെ എഴുതുക, മുലാരിയായ ഫീലുകളൊക്കെ ഇവിടെയും എഴുതുക. ഓക്കെ, നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. സറഅ കൃഷി ചെയ്തു. സറഅ എന്താർത്ഥം? കൃഷി ചെയ്തു. അതിൻ്റെ മുലാരി എന്തായിരിക്കും? ഇവിടെ ഉണ്ടല്ലേ, യസ്റഉ കൃഷി ചെയ്യുന്നു. സറഅ എന്ന മാലിയായ ഫീലിൻ്റെ മുലാരി യസ്റഉ എന്നാണ്. സറഅ കൃഷി ചെയ്തു, യസ്റഉ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഈ ഇലയ്ക്ക് മഞ്ഞ നിറവും യസ്റഉ എന്ന ഇലയ്ക്ക് പച്ച നിറവും കൊടുക്കുക. പിന്നെ ബദഅ തുടങ്ങി, മാലിയാണ്. അതിൻ്റെ മുലാരി ഏതാ? യബ്ദഉ തുടങ്ങുന്നു. ഇതിന് മഞ്ഞ, ഇതിന് പച്ച. പിന്നെ ഹസിന ദുഃഖിച്ചു. അതിൻ്റെ മുലാരി ഇവിടെ ഉണ്ട്. യഹ്സനു ദുഃഖിക്കുന്നു. ഇതിന് പച്ചയും ഇതിന് മഞ്ഞയും. റജഅ മടങ്ങി. യർജിഉ മടങ്ങുന്നു. റജഅ മാലിയാണ്, യർജിഉ മുലാരിയാണ്. അഖദ എടുത്തു, മാലി. അതിൻ്റെ മുലാരി ഏതാ? യഖുദു എടുക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഇതിലുള്ള ഫീലുകൾ. ഇതിൽ മാലിയായ ഫീലുകൾ ഇവിടെയും മുലാരിയായ ഫീലുകൾ ഇവിടെയും എഴുതുക. ഇനി നുറത്തിബുൽ ജുമല ഹത്ത തസ്വീറ ഖിസ്വത്തൻ. ഇവിടെ കുറേ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസുകൾ ഒരു കഥയാകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറാക്കി വെക്കണം, ക്രമപ്പെടുത്തി വെക്കണം. എങ്ങനെയാണ് ക്രമപ്പെടുത്തുക എന്ന് നോക്കാം. ഇവിടെയുള്ള ചിത്രം നോക്കിയിട്ട് വേണം ക്രമപ്പെടുത്താൻ. ഈ ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രം ഏതാണ്? ഒരു കാക്ക ദാഹിച്ച് ഇരിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തേതോ ദാഹിച്ച കാക്ക വെള്ളം അന്വേഷിച്ചു കൊണ്ട് പോയി. പിന്നെ മൂന്നാമത്തെ ചിത്രം അവനൊരു
ബോട്ടിൽ കണ്ടു. നാലാമത്തേതോ ബോട്ടിലിൽ വെള്ളം കുറവാണ്, അതാണ് നോക്കുന്നത്. അഞ്ചാമത്തെ ചിത്രം എന്താണ്? ഒരു സ്ട്രോ എടുത്തു കൊണ്ടുവന്നു. കാക്ക വെള്ളം കുടിക്കുന്ന സ്ട്രോ കൊണ്ടുവന്നു. ആറാമത്തെ ചിത്രം ആ സ്ട്രോ വെള്ളത്തിലിട്ട് വെള്ളം കുടിച്ചു. ഇത്രയുമാണ് കഥ. ഇനി ഇവിടെയുള്ള സെൻറ്റൻസുകൾ നോക്കാം. അതിഷ ഖുറാബുൻ, കാക്ക ദാഹിച്ചു. അതൊന്നാമത്തെ സെൻറ്റൻസ് തന്നെയാണല്ലേ. വ ഷെരിബൽ മാ, അവൻ വെള്ളം കുടിച്ചു. അത് ഏതാണ്? ഈ ആറാമത്തതാണ്. പിന്നെ റഅ കാറൂറത്തൻ, അവനൊരു ബോട്ടിൽ കണ്ടു. അത് മൂന്നാമത്തെ ഇതാണല്ലേ, കാറൂറത്ത് കാണുന്നുണ്ട്. ത്വലബ മാ അൻ, വെള്ളം അന്വേഷിച്ചു. ഇത് രണ്ടാമത്തെയാണ്, വെള്ളം അന്വേഷിക്കുന്നത്. പിന്നെയോ അഹദൽ ഉറാബ് മാസത്തൻ, ഉറാബ് ഒരു സ്ട്രോ എടുത്തു. ഈ അഞ്ചാമത്തതാണ് അഹദൽ ഉറാബ് മാസത്തൻ, സ്ട്രോ എടുത്തത്. ഫീഹ മാ ഉൻ കലീലുൻ, അതിൽ കുറച്ചാണ് വെള്ളമുള്ളത്. അതേതാണ്? ഈ നാലാമത്തത് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഓർഡറിലാക്കിയിട്ട് ഇവിടെ എഴുതുക. ഓർഡറിലാക്കി എഴുതിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. അത്തുഷ ഖുറാബുൻ, കാക്ക ദാഹിച്ചു. വത്വലബൽ മാ, അവൻ വെള്ളം അന്വേഷിച്ചു. റഅ കാറൂറത്തൻ, അവനൊരു ബോട്ടിൽ കണ്ടു. ഫീഹ മാ ഉൻ ഖലീലുൻ, അതിൽ കുറച്ച് വെള്ളമാണുള്ളത്. അഹദൽ ഖുറാബ് മാസത്തൻ, ഖുറാബ് ഒരു സ്ട്രോ എടുത്തു. വശരിബൽ മാ, എന്നിട്ട് വെള്ളം കുടിച്ചു. ഇതാണ് കഥ. കുടത്തിൽ കല്ലിട്ട് വെള്ളം കുടിച്ചതൊക്കെ പഴയ കഥ. ഇത് പുതിയ കാക്കയാണ്, സ്ട്രോ കൊണ്ടാണ് വെള്ളം കുടിച്ചത്. ഇതോടെ രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് പഠിക്കാം.